ഹലോ പ്ലസ് വൺ കോമേഴ്സ് ഫാമിലി. അപ്പൊ നമ്മുടെ പ്ലസ് വണ്ണിന്റെ എക്കണോമിക്സിന്റെ എക്സാം ഉടൻ തന്നെയാണ് വരല്ലേ, 27-ാം തീയതി എക്സാം ആണ്. അപ്പൊ ഈ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസും അതുപോലെ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന സ്റ്റുഡൻസിനും ഓരോ ചാപ്റ്ററിലും രണ്ടുപേർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് സ്റ്റാറ്റിയിലും ഓരോ ചാപ്റ്ററിലും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു തന്നാലോ? അത് നല്ല ബെനിഫിറ്റ് ആകത്തില്ല? അതെ, എന്തായാലും നല്ല ബെനിഫിറ്റ്സ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുന്നവരാണ് ഉള്ളതെങ്കിലും അതേപോലെ ഒന്നും പഠിക്കാത്തവർ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ആദ്യം മിസ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് സെറ്റ് ആക്കും. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത വിഷ്ണു സാർ റെഡിയാക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്താ? ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിൽ ഒന്നും പഠിക്കാത്തവർ എന്തൊക്കെ പഠിക്കുക? റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ പഠിക്കുക, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദ ബ്രിട്ടീഷും പഠിക്കുക. ഒന്നും പഠിക്കാത്തവർ ഇതെങ്കിലും അതേപോലെ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ മിക്കപ്പോഴും 4 മാർക്സിലെ 3 മാർക്സിന് റിപ്പീറ്റഡ്ലി ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. അതിന്റെ അടുത്ത് നോക്കിയേ, ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഇതിലെന്താ? ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഇമ്പോർട്ടന്റ് ആണ്, ലാൻഡ് റീഫോംസ് ഇമ്പോർട്ടന്റ് ആണ്, ഗ്രീൻ റെവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ സ്ഥിരം ചോദിക്കുന്നത്, അല്ലെ? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ചോദിക്കും. പിന്നെന്താ? IPR 1956, അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്റർ 8 മാർക്സിന്റെ എസ്എ ക്വസ്റ്റൻ വരുന്ന ചാപ്റ്റർ ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസ്. ഓക്കെ, എന്തൊക്കെ ചോദിക്കാം? ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് റിഫോംസ്. ഇത് 8 മാർക്സിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 8 മാർക്സിന്റെ ഒരു സബ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, എന്തൊക്കെ കാരണങ്ങളാൽ വന്നു? യെസ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO ചോദിച്ചിരിക്കും. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് 5 മാർക്സിന്. MCQ ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതിന്റെ അടുത്താണ് എന്താ? ഇക്കണോമിക് റീഫോംസ്, NEP 1991 അറിയാലോ. ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ലിബറലൈസേഷൻ മാത്രമായിട്ട് ചോദിക്കാം, പ്രൈവറ്റൈസേഷൻ മാത്രമായിട്ട് ചോദിക്കാം, ഗ്ലോബലൈസേഷൻ മാത്രമായിട്ട് ചോദിക്കാം. അതെ, അപ്പൊ ഈ ഒറ്റ ഒരെണ്ണം ഇത് സെറ്റ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്സ് പോക്കറ്റിലായി. ഓക്കെ, അതിന്റെ അടുത്ത ചാപ്റ്റർ ആണ് എന്താ? പോവർട്ടി. വീണ്ടും അതാ 8 മാർക്സിന്റെ ക്വസ്റ്റൻ ഇതിരുന്നു. പോവർട്ടി, യെസ്. ഫീച്ചേഴ്സ് ഓഫ് പുവർ 2 മാർക്സിന് സ്ഥിരം ചോദിക്കുന്നതാണ്. കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടി വിത്ത് ഗ്രാഫ് വന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. കോസസ് ഓഫ് പോവർട്ടി ചിലപ്പോൾ എന്താ 8 മാർക്സിന്റെ ഒരു സബ് ക്വസ്റ്റൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താ ഇത്? പോവർട്ടി ഇത് നമ്മുടെ പ്രോസസ് ഓഫ് പോവർട്ടി അലിവേഷൻ ഇൻ കേരള. യെസ്, കേരള. ഇത്രയും ഓർത്താൽ മതി. കേരളയുടെ പോവർട്ടി അലിവേഷൻ പ്രോസസ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ ഇതിൽ നിന്ന് 5 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന സംഭവമാണ് എന്താ? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അറിയാലോ, 5 സോഴ്സസ്, അത് പഠിച്ചിട്ട് പോവുക. 2 മാർക്സിന് 1 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആ ഒരു ഡിഫറൻസ് അതും കൂടെ നോക്കി വെക്കുക. അത്രേ ഉള്ളൂ. ആൻഡ് അടുത്ത ചാപ്റ്റർ നോക്കുകയാണ് റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ചോദിക്കാം. അതെ അതെ. ആൻഡ് എന്താണ്? സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നബാർഡ് അത് വന്ന വർഷം, കാര്യങ്ങളൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്. ആൻഡ് എന്താണ്? ഓർഗാനിക് ബെനിഫിറ്റ്സിന്റെ, ഫാമിംഗിന്റെ ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് 5 മാർക്സിന്. യെസ്. ആൻഡ് അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ, അതർ ഇഷ്യൂസ്. പേര് കേൾക്കുമ്പോൾ ചക്ക ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, പക്ഷേ ചെറിയ ചാപ്റ്റർ ആണ്. എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്, 3 വർക്കേഴ്സ് ആണ് നമുക്കറിയാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ, ഇതിന്റെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ചോദിക്കാം. പിന്നെന്താ? ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, 4 ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് നമുക്കുള്ളത്, അത് പഠിച്ചു വെക്കാം. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്റർ ആണ് എന്താ? എൻവയറൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, 8 മാർക്സിന്റെ എസ്എ ക്വസ്റ്റൻ വരുന്ന ചാപ്റ്റർ കൂടിയാണ്. ഫംഗ്ഷൻസ് ഓഫ് എൻവയറൺമെന്റ് 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. കോസസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ 2 മാർക്കിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം. 8 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സിമ്പിൾ സാധനമാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ നിങ്ങൾക്ക് അറിയത്തില്ല ഈ ചാപ്റ്റർ എല്ലാവരും പ്രത്യേകം ഇത് എന്ത് പഠിക്കണം മിസ്സേ, എന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഡെവലപ്മെന്റ് പാത്ത് ഓഫ് ചൈന പഠിക്കുക. കമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡും പ്രൊലറ്ററിയൻ കൾച്ചറൽ റവല്യൂഷനും കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മളോട് മോഡൽ എക്സാമിന് ഇത് രണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ അത് മെയിൻ ഫോക്കസ് കൊടുക്കുക. ഡെവലപ്മെന്റ് പാത്ത് ഓഫ് പാകിസ്ഥാനും കൊടുക്കുക. മിക്സ്ഡ് എക്കോണമി, നമ്മുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്തോ അത് കോപ്പി അടിച്ചു. മിക്സ്ഡ് എക്കോണമി, ഗ്രീൻ റെവല്യൂഷൻ, അതൊക്കെ. യെസ്. എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി. ഈ 3 രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി ഏതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ സെറ്റ് ആക്കി വെക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ്. ഇനി നമ്മുടെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ. യെസ്, സ്റ്റാറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. എന്തിന് നമ്മൾ സ്റ്റാറ്റി പഠിക്കുന്നു. യെസ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ക്വാളിഫിക്കേഷൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ്. ചെറിയ ക്വാളിറ്റേറ്റീവ് ഡേറ്റ.
എക്സാമ്പിൾ സഹിതം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേറുണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. കളക്ഷൻ ഓഫ് ഡേറ്റ ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഡിഫറൻസ് ചോദിക്കാനായിട്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് ആണ് എപ്പോഴും 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്നതാണ്. പോയിന്റ് മാത്രം എഴുതിയാൽ മതി. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ, പ്രൈമറി ഡേറ്റാസ് അല്ലെ കളക്ട് ചെയ്യുന്ന അത് നമ്മൾ MCQ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, ഇത് പ്രൈമറി ഡേറ്റ സോഴ്സ് ആണോ അല്ലെങ്കിൽ സെക്കൻഡറി ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, അത് ഈ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലും ഉണ്ട്, അടുത്ത ചാപ്റ്ററിലുണ്ട്, എല്ലാ ചാപ്റ്ററിലും ഉള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ എപ്പോഴും ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, ഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ആ ടൈപ്സ് 4 ടൈപ്പ് 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ MCQ ചോദിക്കും. ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ, എല്ലാവരും ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേന് ഇങ്ങനെ ടോപ്പിക്ക് പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. പക്ഷെ എപ്പോഴും 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിൽ ഡിഫറൻസ് ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അത് പ്രോബ്ലം ആണ്, അത് ടേബിൾ ടാലി മാർക്ക് യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് സീരീസ് റെഡി ആക്കാനായിട്ടാണ്. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ്, എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് തന്നിട്ട് അതിനെ എക്സ്ക്ലൂസീവ് ആക്കാനായിട്ട്, എക്സ്ക്ലൂസീവ് തന്നിട്ട് അതിനെ ഇൻക്ലൂസീവ് ആക്കാൻ ചോദിക്കും. പ്രസന്റേഷൻ ഓഫ് ഡേറ്റാസ്, ഡേറ്റാസ് 3 രീതിയിൽ പ്രസന്റ് ചെയ്യാം, ആ 3 രീതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്ഥിരം ഇത് വന്നിരിക്കും പാർട്സ് ഓഫ് ടേബിൾ, ടേബിളിന്റെ പാർട്സ് 8 പാർട്സിന്റെ പേര് മാത്രം എഴുതാനായിട്ട്. ടൈപ്സ് ഓഫ് ഡയഗ്രാം, പല ടൈപ്പ് ഓഫ് ഡയഗ്രാം ഉണ്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, ഏതെങ്കിലും ഒരു ഡയഗ്രാം അല്ലെങ്കിൽ പിന്നെ പൈ ഡയഗ്രാം ആയിരിക്കും. പൈ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെർസെന്റേജ് എന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഈസി ആയിട്ട് ചെയ്യാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇത് പിന്നെ ഇന്നാന്ന് പഠിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. 8 മാർക്കിന്റെ ലാസ്റ്റ് സ്റ്റാർട്ട് 8 മാർക്കിന്റെ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ അരിത്മെറ്റിക് മീൻ, അല്ലെങ്കിൽ മീഡിയൻ, അല്ലെങ്കിൽ മോഡ്. 3 കണ്ടിന്യൂസ് സീരീസ് വന്നിട്ട് 3 കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമായിട്ട് മേടിക്കാം. കോറിലേഷൻസ്, ടൈപ്സ് ഓഫ് കോറിലേഷൻസ് അല്ലെ, ടൈപ്സ് ഓഫ് കോറിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ MCQ ചോദിക്കാം. ഒരു സിറ്റുവേഷൻ വന്നിട്ട് അത് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ, വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കാം. സ്കാറ്റർ ഡയഗ്രാംസ്, സ്ഥിരമാണ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നും കാരണം അതിന്റെ റീസൺ പോലെ വരണ്ട, ചുമ്മാതെ വരയ്ക്കാൻ പഠിച്ചാൽ മതി. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്, ഇക്വേഷൻ പഠിച്ചിട്ട് പോകുക. പിന്നെ എളുപ്പമാണ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ സിമ്പിൾ സാധനമാണ്. കാൾ പിയേഴ്സിനെ വെച്ച് നോക്കും സ്പിയർമാൻ സൂപ്പർ ആണ്. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് വരുമ്പോഴത്തേന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേന് ഇതൊക്കെയാണ്. ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ടൈപ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് പേര് എഴുതാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് MCQ ക്വസ്റ്റ്യൻസ്. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഇൻഡെക്സ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ലാസ്പിയസ്, പാസ്കിസ്, ഫിഷേഴ്സ് മെത്തേഡ് അനുസരിച്ച് ഏതെങ്കിലും മെത്തേഡ് ചോദിക്കാറുണ്ട്. ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ പറ്റി MCQ ക്വസ്റ്റ്യനും അതിന്റെ യൂസസ് എന്താണെന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, അതിന് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്, ഒരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്. ഇത് 7 അല്ലെങ്കിൽ 8 പോയിന്റ് ആണ് ഉള്ളെങ്കിൽ പറഞ്ഞാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 4 എഴുതാൻ, അത് ഓർഡറിൽ പോലെ വേണ്ട, ഏതേലും അല്ല അവർ ചോദിക്കും ഏതേലും 4 താടാ എന്നാണ് ചോദിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പൊ മക്കളെ ഇത്രയും നിങ്ങള് ഇത്രയും ഇനിയും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക് ഓക്കെ യെസ്. അപ്പം ഇത്രയും നല്ല അടിപൊളിയായിട്ട് പോയി പഠിക്കുക, സെറ്റ് ആക്കി എഴുതുക. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്.